ഗുഡ് മോർണിംഗ് എവറി വൺ. രാവിലെ തന്നെ ബ്രഷ് ചെയ്ത ഉടനെ ഒരു ബൗൾ കേട് കഴിക്കുവാണ്. ഞാൻ മാത്രമല്ല, ഒരു ഫ്രണ്ടും കൂടത്തിലുണ്ട്. അപ്പോഴാകരുതി നമുക്കൊരു കോഫി കുടിക്കാൻ. അങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായി. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് എണീക്കുന്നത്. അതുകൊണ്ട് രാവിലെ എണീറ്റവർ ചപ്പാത്തിയും കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നായിരുന്നു നമ്മുടെ കുക്കിങ്. അതുകൊണ്ട് പരിപ്പിച്ചാറും പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും വെക്കുവാണ്. അപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരുന്നു. അപ്പം നമുക്കിന്നാണ് ഒത്തിരി പണിയുണ്ട്. മുമ്പ് നമ്മുടെ റൂമിൽ ഫുള്ള് കോക്രോച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും വലുതായിട്ട് വരുന്നൊരു കാര്യമാണ് കോക്രോച്ച്. ഭയങ്കര ശല്യമാണ്. അപ്പോഴത്തേക്ക് നമ്മൾ കരുതി കോക്രോച്ച് വരാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ഈ റൂമെല്ലാം കഴുകിയേക്കാമെന്ന് കരുതി. നേരത്തെ നമ്മൾ കോക്രോച്ചിന് വേണ്ടിയുള്ള മരുന്ന് ഇവിടെ വെച്ചപ്പോഴത്തേക്കിന് 30 കേടി ടോട്ടൽ മേടിച്ചു. അതിപ്പോൾ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ഫുൾ ക്ലീൻ ചെയ്യാൻ പോകണം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി. ഇന്ന് എൻ്റെ കുക്കിംഗ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരുവാണ്. പക്ഷേ ഞാൻ തന്നെയല്ല ചെയ്യുന്നത്, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് അടിച്ചു വാരി തുടയ്ക്കുകയല്ല, നമ്മൾ വോളെല്ലാം നമ്മൾ തേച്ച് കഴുകണം. കാരണം നമ്മൾ കോക്രോച്ച് ഇനി വരാൻ പാടില്ല. കോക്രോച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മേഡം ഞങ്ങളുടെ പൈസ കട്ടാക്കും. പിന്നെ കോക്രോച്ചിൻ്റെ ചെറിയ ചെറിയ മുട്ടകളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു മുട്ടകൾ. അതായത് 1-2 എണ്ണമൊക്കെ ഉള്ളൂ. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കോക്രോച്ച് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കാലിലൊക്കെ വന്ന് തട്ടുന്ന പോലെ അങ്ങ് നടക്കുമായിരുന്നു കോക്രോച്ച്. അപ്പോൾ നല്ല വെയിലുള്ള ടൈമാണ്. എല്ലാവരും വന്നു. നമ്മളിവിടെ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഹാൻഡ് ഗ്ലൗസ് ഒക്കെ ഇട്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോരോ ഭാഗങ്ങൾ, ഓരോരോ കബോർഡുകൾ, ഓരോരോ അലമാരികളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാനും ഇട്ടൊരു ഹാൻഡ് ഗ്ലൗസ്. അങ്ങനെ ഞാൻ കരുതി എനിക്ക് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സിലൊക്കെ വന്നു. ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന ദിവസം ഞങ്ങളുടെ ഫുൾ അതിന് വേണ്ടി തന്നെ പോകും. അപ്പോൾ നമ്മളൊരു ഡേ ഫുൾ എടുത്ത് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയത്, നമുക്കൊരു ബിസിനസ് തുടങ്ങിയാൽ എന്താണ് കുഴപ്പം? കാരണം നമ്മൾ എത്രയും പേരുണ്ട്, ഓരോ കുവൈറ്റിയുടെയും വീട്ടിൽ പോയി ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാസത്തിലുള്ള വരുമാനം എന്തേരം കേടികളായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ മടുക്കും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ മടുത്തു. ഇതൊരു സ്ഥിരമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് മടുത്തേനെ. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഈ ക്ലീൻ ചെയ്യുന്നവരെയും ഹോസ്പിറ്റലുകളിലും വീടുകളിലൊക്കെ ചെയ്യുന്നവർ, അവരെയൊക്കെ സമ്മതിക്കണം. നമ്മൾ ഈ ഒരു നിമിഷം അവരെയൊക്കെ ഓർത്തുപോയി. അവരൊക്കെ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് ഓർത്തുപോയി. നമ്മുടെ കോക്രോച്ച് ഒന്നും ഇനി വരരുത്. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആര്യയുടെ ഒരു ആംഗ്ലറ്റ് കാണാതെ പോയായിരുന്നു. അത് എനിക്ക് കിട്ടി. അത് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. 2 മാസം ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഒത്തിരി മടുത്തു. ഇനി കുളിക്കുക, കഴിക്കുക, കിടക്കുക. ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.